വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒന്ന് ഗെയ്സ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേ ഇക്ക പറഞ്ഞു വേഗം വാന്ന് പറഞ്ഞു വിളിച്ചിട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, ഇക്ക നേരത്തെ എത്തിക്കണം. അപ്പോൾ എവിടേക്കെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു നോമ്പ് തുറക്കാനോ നോമ്പിൻ്റെ പരിപാടിയോ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ സ്വന്തം ഇങ്ങനെ നാല് കാരണം ഒന്നാമത് ടൈമും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിളിക്കലില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി നോമ്പ് തുറക്കാമെന്ന് കരുതിയാണ്ട് ഇറങ്ങുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം കലക്കിയതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ചെറുങ്ങനെ എന്തെങ്കിലും സമൂസേ കട്ലറ്റോ അങ്ങനെ എന്തെങ്കിലും ചെറുതിങ്ങനെ വാങ്ങിയിട്ട് റോഡ് സൈഡിൽ എവിടെയെങ്കിലും നോമ്പ് തുറക്കാൻ നേരത്തെ. അല്ലാന്നുണ്ടെങ്കിൽ ഫർസേക്ക് അവിടെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഫർസേ പോവുക, അങ്ങനെ എന്തെങ്കിലും കരുതിയാണ്ട് ഇറങ്ങുകയാണ്. എവിടെ എത്തുന്നില്ല, യാതൊരു ഐഡിയ ഇല്ല. വെള്ളം കലക്കിയതും വെള്ളം നമ്മളെ കയ്യിലുണ്ട്. ഇനി ചിലപ്പോൾ ആരെങ്കിലും റോഡ് സൈഡിൽ നിന്ന് നമ്മൾ ഇഫ്താർ കിറ്റ് ഇട്ടിട്ടാണെങ്കിൽ അതും വാങ്ങിയാണ്ടാക്കാരം പിന്നെ ഞങ്ങളെ നോമ്പ് തുറക്കൽ. ഇഫ്താർ കിറ്റ് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് ആരെങ്കിലും ഇഫ്താർ കിറ്റ് കിട്ടുകയാണ് ചിലപ്പോൾ അതാക്കാരം നോമ്പ്. നമ്മളല്ലാതെ ചിലപ്പോൾ ഫർസയിലൊന്നും എത്തലുണ്ടാവില്ല കേട്ടോ. ഞങ്ങളിവിടെ കനോലി പ്ലോട്ടിലോ എവിടെയെങ്കിലും പോയാണ്ട് ജസ്റ്റ് കുറച്ച് വെറുതെ പുറത്തുനിന്നാണ്ട് നോമ്പ് തുറക്കാമെന്ന് കരുതിയാണ്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അല്ലേ ആബൂസേ? അപ്പൊ ഗെയ്സ് ഞങ്ങളിതാ ഇറങ്ങിക്കണ്. എവിടെ എത്തുന്നു എന്താണ് അപ്പൊ കച്ചറോട് വേണ്ട. അപ്പൊ ഞങ്ങൾ എവിടേക്ക് എത്തുന്നു യാതൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ഞങ്ങൾ റോട്ടിൽ നിന്ന് ആരെങ്കിലും ഗിഫ്റ്റ് വാങ്ങിയാലല്ല ഇഫ്താർ ഗിഫ്റ്റ് ഇട്ടാണ്ട് അങ്ങനെ നോമ്പ് തുറക്കാനും ചാൻസ് ഉണ്ട്. എന്താ ഏതാണെന്ന് അറിയില്ല. നമ്മളേതായാലും പോയി നോക്കട്ടെ കേട്ടോ. പോയി നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ കനോലി പ്ലോട്ടിൻ്റെ അവിടെ നിന്ന് നേരും എന്താ നോമ്പ് തുറക്കാന്ന് കരുതിയാണ്. ഏതായാലും ഞങ്ങൾ വെള്ളവും കാര്യങ്ങളും കയ്യിൽ കരുതിയിരിക്കണം. പിന്നെ കുറച്ച് സമൂസയും കാര്യങ്ങളും കുറച്ച് പൊരി ഓരോന്ന് 2 പൊരി വാങ്ങിക്കാന്ന് കരുതി അങ്ങനെ പോവുകയാണ്. നിങ്ങൾ നോക്കി നിങ്ങളൊന്നും നോക്കാത്ത നോമ്പിൻ്റെ ക്ഷീണമാണ് ഗേസ്, നോമ്പിൻ്റെ ക്ഷീണമാണ്. രണ്ടാളും കച്ചറ. അപ്പൊ എവിടെ എത്തും നോക്കുക. ഓക്കെ അപ്പൊ ഗേസ് അങ്ങനെ നമ്മളിതവിടെ ലാസ്റ്റ് നിലമ്പൂരൊരു തട്ടുകടന്റെ മുമ്പിൽ എത്തിക്കിട്ടോ. അവിടുന്ന് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും വാങ്ങിയാണ്ട് പതുക്കെ അവിടെ എവിടെയെങ്കിലും റോഡ് സൈഡിന് സൈഡാക്കാന്നുള്ളൊരു അവസ്ഥക്കാണ് ഈ പോണത് കേട്ടോ. അപ്പോൾ അതാ സോനുസും ഇക്കും കൂടിയാണ്ട് സ്നാക്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയിക്കണ്. ബാക്കിയില്ല ഞാനും ഞങ്ങൾ കുറച്ച് എന്താ ഇതിങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ കളിക്കണം. അവിടെ നല്ല സ്നാക്സ് ഇതില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതാക്കണ വരുന്നത് തിരിച്ചു വരുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിലൊരു തട്ടുകട ഇതാണ് ഈ ഒരു സ്നാക്സിൻ്റെ കട ഉണ്ട്. അപ്പോൾ ഒരു ബാക്കൊക്കെ പോയിക്കണം. ഇനി ബാക്കിൽ നിന്ന് എന്തെങ്കിലും സമൂസ കട്ലറ്റ് അങ്ങനത്തെ കുറച്ച് എന്തെങ്കിലും വാങ്ങി വന്നിട്ട് എവിടെയെങ്കിലും റോഡ് സൈഡിൽ സൈഡാക്കുക, വണ്ടിനെ മോണിറ്ററിൽ വെച്ചിട്ട് വാങ്ങി കൊടുക്കാൻ. ഇപ്പോൾ 5:55 എവിടേക്കാ പോകുന്നത് യാതൊരു ലക്ഷ്യമില്ല. വർഷയിൽ നോക്കിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നു. അപ്പോൾ പിന്നെ ഇനി നോമ്പ് തുറന്നിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാമെന്ന് കരുതിയിട്ട് പിന്നെ നോമ്പ് തുറന്നാൽ പിന്നെ ആർക്കും ഒന്നും വേണ്ടിയില്ല. പിന്നെ വെള്ളം എടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ. വെള്ളം 3-4 കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്, അത് മതിയാവും. പച്ചവെള്ളവും കലക്കിയ വെള്ളവും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്താവും എവിടെയാവും. ഇവിടെയൊക്കെ നിർത്തിയിട്ട് ഇവിടെയൊക്കെ നിൽക്കാം നമുക്ക്. സമയമായിട്ടില്ല, 5:15 6:15 സോനുസെ 6:45 വാങ്ങ്. അവിടെ നിന്നിട്ട് കച്ചറ പഴയക്കിറങ്ങണം, കുളിച്ചു പോകാം. ഞങ്ങളിതാ കക്കാടംപോയിൽ ഇവിടെ വ്യൂ പോയിന്റിൽ എത്തിട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കായിട്ടൊരു അടിപൊളി ടേബിളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാൻ ഞങ്ങൾ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിക്കണ്. എന്താ ചിക്കൻ റോള്, ഉന്നക്കായ, പിന്നെന്താ ഷവർമാനി എന്നൊക്കെ പറഞ്ഞാണ് കുർമാനി. അപ്പോൾ അതവിടെ നമ്മളെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഈ സ്ഥലത്താണ് കേട്ടോ നമ്മളുള്ളത്. അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. നമ്മൾ അമ്മനെ ഫ്ലാഷ് ലൈറ്റ് ഇട്ടാണ് കാണിച്ചെടുക്കുക. കഴിച്ചോടി എന്നിട്ട് നമ്മൾ ആരുമില്ല ഇവിടെ. ഇരുട്ടാണ് ഇതിൻ്റെ മുമ്പ് പോണം. ആദ്യമേ ഇരുന്നോ ആ മേശ അങ്ങോട്ട് നീക്കി അങ്ങോട്ട് വലിച്ചടാ. അയവ സെറ്റായില്ലേ. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് അവിടെ വേറൊരു ഫാമിലി ഉണ്ട് കേട്ടോ. അവർ നോമ്പെറുക്കാനൊന്നുമല്ല. സെബി എങ്ങനെയുണ്ട്? വൈബായോ? സെബിയത്ത് തട്ടണത് എങ്ങനെയുണ്ട് സോനസേ? വൈബായോ? പൊളിയല്ലേ? അപ്പോൾ ഗേസ് ഭയങ്കര കാറ്റിട്ട് കേട്ടോ. ഇരുട്ടായിട്ടുണ്ട്. ഇക്കൊക്കെ തട്ടിക്കൊയങ്ങി നിൽക്കണേ.
പോസ്റ്റ് ആയിക്കണേ ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിയിട്ടുള്ളൂ പക്ഷെ അതിൻ്റെ വേറെ ഫുള്ളായി അവിടെ വളവിലാണ് ഇവിടെ വേറെ നല്ല വ്യൂ പോയിന്റ് ഇനി മേലക്കാരൻ തിരിച്ചു അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു സോഡയും കൂടിയും കുടിച്ച് വീട്ടിൽ പോവാം അല്ല വേറെ ഫുള്ളായി ഇനി ഒരു ഗ്യാപ്പില്ല എങ്ങനെയുണ്ടാ പോവാ ല്ലേ ഗൈസ് ഞങ്ങളിതാ നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ തിരിച്ചു പോവാട്ടോ നല്ല ഇരുട്ട് നല്ല കാറ്റ് നല്ല സീറ്റ് ബെൽറ്റ് എടുക്കും ഡോറ പറഞ്ഞിരിക്കണം ഡോറ കണ്ടില്ലെങ്കിൽ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടായിട്ടാ അപ്പോൾ അതാ ഗൈസ് ഞങ്ങൾ അന്നത്തെ നോമ്പ് തുറ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ വെറൈറ്റി വൈബായിട്ടോ ഗൈസ് നമ്മുടെ ഈ ഏരിയയിലൊന്നും ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വിരാന്താണ് ഗൈസ് ഇവിടെ ആണെങ്കിൽ നിറയെ കൊണ്ടും കുയ്യാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പിടുത്തം വിട്ട ഇറക്കാണ് അപ്പോൾ ഗൈസ് അപ്പോൾ ഇനി അടുത്ത ലൊക്കേഷൻ എങ്ങോട്ടാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഞങ്ങൾ അമ്പിളിമാമ നോക്ക് അടിപൊളി ആയിട്ട് നിൽക്കുന്നു അല്ല അമ്പിളിമാമ നോക്ക് സൂപ്പറായിട്ട് നിൽക്കും ആ വണ്ടി ഓട്ടല്ലേ അങ്ങനെ ഗൈസ് നോമ്പ് തുറന്ന് പോന്നു പിരാന്ത് ഇവിടെ ഒറ്റക്കൊറ്റക്കുള്ള വീടാണ് ഇങ്ങനെ ഇവരൊക്കെ ഇവിടെ ജീവിക്കണല്ലേ ഇവിടെ ആനയും പന്നിയും പുലിയൊക്കെ ഒഴിഞ്ഞിട്ടുള്ള നേരം ഉണ്ടാവില്ല അതൊക്കെ പോലെ വീട്ടിൽ തന്നെ വളർത്തണ ആൾക്കാർ ഇവിടെയൊക്കെ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലൊക്കെ എന്തൊക്കെ ചെയ്യല്ലേ അല്ലേ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ ഒരു പണി തട്ടുകട ഇതിങ്ങോട്ട് ഇറക്കിറങ്ങണം നമ്മളങ്ങോട്ട് കയറ്റം വലിച്ചിട്ടാണ് എത്താഞ്ഞത് അപ്പോൾ കണ്ട അത് കഴിഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ഒരു ബസ്സിൻ്റെ ഇതല്ലേ റിസോർട്ടാണത് ഇതിൻ്റെ അപ്പുറത്താണത് ഇത് കഴിഞ്ഞിട്ട് ഈ റിസോർട്ട് കഴിഞ്ഞിട്ട് ഇതൊരു റിസോർട്ടാണ് ഇവിടെ ഈ ലൈറ്റാണത് ഇത് റിസോർട്ട് ഇപ്പോൾ ഗൺ സീസൺ തന്നെയല്ലേ ഇവിടെ ഇതാകണം സോനസ് പറഞ്ഞ ഈ ഭാഗത്താണ് ആ വീട് അന്ന് നമ്മൾ ഒരു ദിവസം 9 മണിക്കൊക്കെയാണ് ഇതിലെ പോയിരുന്നത് അല്ലേ വരെ ഉണ്ടല്ല അപ്പോൾ കേസ് ഇതാ ഞങ്ങൾ ലാസ്റ്റ് അവിടെ എത്തി കേട്ടോ നമ്മളെ മമ്പാട് ഒരിഗാനോ ഇവിടെ